ഇനി പറയുന്ന എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. എൻ്റെ ഇന്നലെ ഞാൻ സ്കൂളിൽ പോയ ഡ്രസ്സ് ഇട്ടുകൊണ്ടുള്ള വീഡിയോ ആണ് ഇത്. ഇന്നലെ സ്കൂളിൽ പോയിട്ട് വന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. സോ ഞാൻ ഏറ്റവും അവസരം കാണിക്കുന്നത് ഇന്ന് ഞാൻ സ്കൂളിൽ പോയിട്ട് വന്നപ്പോൾ ഉള്ള ഒരു ഇതാണ്. ഇന്നലത്തെ പോയപ്പോൾ ഉള്ളതും ഇന്നത്തെ വന്നപ്പോൾ ഉള്ളതായിട്ട് മിക്സ് ആക്കിയേക്കുവാണ്. ഞാൻ മെറ്റീരിയലൊക്കെ കാണിച്ചതെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 50 രൂപയ്ക്ക് മേടിച്ചതാണ്. അതായത് മീറ്ററിന് 50 രൂപ വെച്ച് 150 രൂപയും പിന്നെ ലൈസ് 20 രൂപ വെച്ച് മേടിച്ചാണ്. അത് വെറും 170 രൂപ കൊണ്ട് ചിലവാകത്തുള്ളൂ. പരാഗയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. കിട്ടിയതല്ല, നമ്മൾ മേടിച്ചതാണ്. തയ്യൽക്കൂലി പിന്നെ കൂട്ടിയിട്ടുള്ള കാരണം എൻ്റെ അമ്മ ടൈലറാണ്. ഇതെല്ലാം ഞാൻ പറഞ്ഞത് ലിങ്ക് കുഞ്ഞൊന്നും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. ഫസ്റ്റ് ഞാൻ കുറേ ഷൂ ഒക്കെ എടുത്ത് നോക്കി, ബട്ട് എനിക്കിത് ഇടാൻ പറ്റില്ല, കാരണം മഴയാണ്. അതുകൊണ്ട് ഞാൻ ആദ്യം ഇടുന്ന ഒരു ചെരുപ്പ് നോക്കി, പക്ഷെ അത് ഒട്ടി നിൽക്കത്തില്ല. ബട്ട് പിന്നെ ഞാൻ എനിക്ക് എപ്പോൾ ഇടുന്ന ചെരുപ്പ് തന്നെ ഇട്ടു കേട്ടോ. ഇവിടെ ഒരാൾ കുട കുത്തിയേക്കുന്ന ഭയങ്കര കഷ്ടപ്പാടിലാണ്. പിന്നെ വേറൊരാൾ ഇതാ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നേരത്തെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകാമെന്ന് ഓർത്തു. എനിക്കും അഡോണ്ട് കളർ ഡ്രസ്സാണ് കേട്ടോ. ബാബുച്ചു പിന്നെ വന്നില്ല, അവൾക്ക് പനിയൊക്കെ ആയതുകൊണ്ട് അവൾ ഹോസ്പിറ്റലിൽ പോവാണ്. കാരണം എനിക്ക് അവന് യൂണിഫോം തയ്ച്ച് കിട്ടിയിട്ടില്ല കേട്ടോ. 25-ാം തീയതി കിട്ടത്തുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ മാത്രം കളർ ഡ്രസ്സ്. പിന്നെ ഇവിടെ ഒരാൾ ഞങ്ങളുടെ ഒപ്പം സ്കൂൾ ബസ് ഞങ്ങൾ 5 പേരാണ്. അപ്പോൾ സോ അതിലുണ്ട് നിന്നെ ആരാ പഠിപ്പിക്കണേ? വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മേളിൽ ചെന്നിട്ട് ഈ ഒരു ചർച്ച മസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ അവളുടെ ഓരോ കോപ്രയങ്ങളൊക്കെ കണ്ടിരുന്നു. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത്, ഇന്നത്തെ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ. അതുകൊണ്ടാണ് ഡ്രസ്സൊക്കെ ചേഞ്ച്. ഞാൻ ചായ കുടിച്ച് കഴിഞ്ഞിട്ടുള്ള പൊരിപ്പിലൊക്കെ തട്ടിക്കളഞ്ഞു. പിന്നെ അതുപോലത്തെ കളിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതാ നല്ല കപ്പളങ്ങി, നല്ല അടിപൊളി ചുമന്ന റെഡി കപ്പളങ്ങി, പിന്നെ നമ്മുടെ ചക്കയും കഴിച്ചു. ചക്ക നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ കഴിച്ചിട്ടുള്ളത്, കാരണം കുറേ കഴിച്ച് മട്ടി നിൽക്കുവാണ്. അതുകൊണ്ട് ചെറിയൊരു പീസ് എടുത്ത് കഴിച്ചു, നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഞാൻ കുറേ സംഭവം തമ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ഒരു ക്യൂട്ട് പൊട്ടിപ്പൊളിഞ്ഞ ട്രാൻസിഷനും ആഹാ എങ്ങനെ ഇരിക്കുന്നു. പിന്നെ നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ അമ്മച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കരിമ്പനമ്മയാണ്, എൻ്റെ അപ്പൻ്റെ അമ്മയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ അമ്മച്ചിയോട് കുറച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു. ഞാൻ ആദ്യം വീഡിയോ കാണിച്ച ആ ഒരു വളയങ്കമ്മൽ എനിക്കൊരു ചെറിയ പണി തന്നു. എനിക്ക് കാതൊക്കെ പഴുത്തിരിക്കുന്നുണ്ടോ. പിന്നെ അവളുടെ ജർമ്മൻ ഡ്രസ്സൊക്കെ കണ്ട് വലിയ പട്ടിഷൊക്കെ ഇറക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കിയപ്പോൾ മഴത്തുള്ളി പെയ്തത് പിന്നെ മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ തുണിയൊക്കെ എടുക്കാനായിട്ട് നോക്കി നിന്നപ്പോൾ ഇവിടെ ഒരാൾ പറഞ്ഞ് അങ്ങനെ മിന്നൽ മുരളി പോലെ അങ്ങനെ എന്നാ പറയുക, കുരുട്ടി എന്ന് പറയാൻ പറ്റില്ല ഗൈസ്. ഫുൾ ഓടി നടന്ന് പറക്കുമായിരുന്നു. എനിക്കതുകൊണ്ട് പറക്കേണ്ട വന്നില്ല. അപ്പോൾ ടാറ്റാ.